ധാരാളം ആൾക്കാർ ഇപ്പോൾ ജോലിക്കും പഠനാവശ്യങ്ങൾക്കുമായി വിദേശത്തേക്ക് പോകുന്നുണ്ട്. ഇതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? വിദേശത്തേക്ക് പോകുന്നത് നല്ല തന്നെയൊക്കെയാണ്. ഇപ്പം നമ്മുടെ നാട്ടിലെ ഒരു തൊഴിലവസ്ഥ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. വിദേശത്തേക്ക് പോകുന്നത് നല്ല കാര്യങ്ങൾ. പക്ഷേ വിദേശത്തേക്ക് പോകുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്ന കോഴ്സ് നിങ്ങൾക്ക് സ്ട്രെങ്ത് അനുസരിച്ചുള്ള കോഴ്സാണോ, നിങ്ങൾക്കത് പഠിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നിങ്ങൾ ആ കോഴ്സിൻ്റെ കൃത്യമായ കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ. ഏതെങ്കിലും ഒരാൾ കോഴ്സിന് പോയി എന്ന് കരുതി നിങ്ങളും വിദേശത്തേക്ക് പോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത്. കാരണം ഓരോ വ്യക്തിയുടെയും സ്ട്രെങ്തും വീക്ക്നെസ്സും ഡിഫറൻ്റാണ്. അതുകൊണ്ട് തന്നെ വിദേശത്തേക്ക് ജോലിക്ക് പോകുന്ന ആൾക്കാർ പല പല കാര്യങ്ങളും, ചിലർക്ക് അവിടുത്തെ ക്ലൈമറ്റ് ചിലർക്ക് പിടിക്കില്ല. അപ്പോൾ അവിടുത്തെ എന്താ പറയുക, അവരുടെ ആ ഒരു കൾച്ചർ ചില ആൾക്കാർക്ക് പിടിക്കില്ല. അപ്പോൾ അവിടുത്തെ ചില ആഹാര രീതികൾ ചില ആൾക്കാർക്ക് പിടിക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ചില ആൾക്കാർ വിദേശത്തേക്ക് ലക്ഷക്കണക്കിന് രൂപ മുടക്കി പഠിച്ചെല്ലാം കഴിഞ്ഞ് കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് അവിടുത്തെ ഈ കാലാവസ്ഥ ശരിയല്ല, ഈ പറഞ്ഞ ഫുഡ് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് എത്രയോ കുട്ടികൾ ആ പൈസ എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് തിരിച്ചു വരുന്നുണ്ട്. പക്ഷെ എനിക്കപ്പോൾ അവരോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു രാജ്യത്തേക്ക് പഠിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം അവിടുത്തെ ക്ലൈമറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വിശദമായ കാര്യങ്ങൾ മനസ്സിലാക്കണം, കോഴ്സ് മനസ്സിലാക്കണം, അതിൻ്റെ ആ ജോലി സാധ്യത മനസ്സിലാക്കണം. ഇതെല്ലാം മനസ്സിലാക്കി നിങ്ങൾക്ക് ആ ജോലി ചെയ്യാൻ നിങ്ങൾ സംതൃപ്തരാണോ, നിങ്ങൾക്ക് സംതൃപ്തി കിട്ടുമോ, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പോകാൻ. നിങ്ങൾക്ക് ശമ്പളം എത്ര മിച്ചം വെക്കാൻ പറ്റും. ഇത് ചില ആൾക്കാർ പറഞ്ഞു 1 ലക്ഷം രൂപ സാലറിയാണ്, പക്ഷേ ഞങ്ങൾക്ക് 30,000 രൂപ മിച്ചം വെക്കാൻ പറ്റുന്നുള്ളൂ. എങ്കിൽ പിന്നെ നാട്ടിൽ 50,000 രൂപ കിട്ടുമെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. അപ്പം നാട്ടിൽ ധാരാളം ജോലി സാധ്യതകൾ ഇവിടെ ഉണ്ട്. പക്ഷേ ആ ജോലി സാധ്യതകളെ കണ്ടെത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നില്ല, അതാണ് സത്യം. അപ്പോൾ ആൾക്കാരെല്ലാം വിദേശത്തേക്ക് പോകുമ്പം കുറച്ച് അവിടെ ഒരു എൻജോയ് ചെയ്യാമെന്നുള്ള ഒരു കാഴ്ചപ്പാട് കൂടെ പല ആൾക്കാർക്കുമുണ്ട്. പക്ഷേ എന്ത് തന്നെയായാലും ഞാൻ പറഞ്ഞു, വിദേശത്ത് നല്ലൊരു ജോലി കിട്ടുകയാണെങ്കിൽ, നാട്ടിൽ ആ ജോലി സാധ്യതകളില്ല എങ്കിൽ വിദേശത്ത് നല്ലൊരു ജോലി കിട്ടുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത്. പക്ഷേ നിങ്ങളുടെ ഈ സ്ട്രെങ്ത് അതെല്ലാം മനസ്സിലാക്കി ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കിയിട്ട് പോവുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്.